Lord, the Lord, you Lord, for Sunday. ഒരു തിരുസ്വരൂപത്തിന് ജീവനില്ല, ഒരു കുരിശിനും ജീവനില്ല. അതിൽ നിന്ന് ഒരു ശക്തിയും പ്രവഹിക്കുന്നില്ല. രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, എല്ലാ മതങ്ങളിലും സത്യത്തിന്റെ രശ്മികളുണ്ട്. ഉടനെ അത് മാത്രം എടുത്തിട്ട് മാർപ്പാപ്പ സഭാപ്രബോധനത്തിനെതിരായി പറയുന്നു, യേശു ഏക രക്ഷകൻ എന്നുള്ളതിനെതിരാണെന്ന് പറഞ്ഞങ്ങ് പഠിക്കും. മനുഷ്യപ്രയത്നം കൊണ്ട് നേടാവുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമ്മ ആ വഴിയിലേക്ക് തിരിയുന്നു, അവനെ പിന്തുടരാൻ ശ്രമിക്കുന്നു. ഈ ശ്രമത്തിനിടയ്ക്ക് നമുക്ക് ദൈവം ഈ അനുഭവതലം ഉയർത്തി വളരെ സങ്കടത്തോടെ ചോദിക്കാം, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും. എനിക്ക് അങ്ങനെ അനുഭവമേ ഇല്ലല്ലോ എന്ന് പറയും. ദൈവം ഇടപെടുന്നത് നമുക്ക് മനസ്സിലാകാതെ പോകുന്നേ. ദൈവം അനുനിമിഷം നമ്മുടെ ജീവിതത്തിലാണ്. പ്രാർത്ഥനയുടെ ഏറ്റവും നല്ല അടയാളമായിട്ട് പറയുന്ന ഒരാളാണ് മതി. ദൈവവാക്കിന് ശ്രമിക്കാനും ദൈവവാക്കിന് വിധേയപ്പെടാനും ജീവിതം അർപ്പിക്കാനും മനസ്സ് കാണിച്ച പരിശുദ്ധ അമ്മയെ പോലെ ഓരോരുത്തരും അവരുടെ സംസ്കാരവും അവരുടെ ഭാഷയും രീതിയും ഒക്കെ ഉപയോഗിച്ച് പറയും. ആരെയും ചെറുതായി കാണണ്ട, എല്ലാവർക്കും ഈ ഭൂമിയിലുള്ളതുകൊണ്ട്. ഈശ്വരന്റെ പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും, ചോദ്യങ്ങളും സംശയങ്ങളും അവയ്ക്കുള്ള മറുപടിയും എന്ന പങ്ക്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും, സംശയങ്ങൾ ഉന്നയിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വീഡിയോകൾ സസൂക്ഷ്മം വീക്ഷിക്കുകയും വിമർശനങ്ങളായും ആക്ഷേപങ്ങളായും ഒക്കെ ഇതിൽ പങ്കുചേരുകയും ചെയ്യുന്ന എല്ലാവരോടും നന്ദിയുണ്ട്. നമ്മുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ചും കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശങ്ങൾ എത്താനുള്ള പ്രേരകരായിട്ട് മാറണം. അത്തരത്തിൽ സത്യവിശ്വാസം കൂടുതൽ ഉറപ്പോടെ നമ്മുടെ ഹൃദയങ്ങളിൽ രൂപപ്പെടാൻ, വിശ്വാസത്തിന്റെ ബോധ്യങ്ങളിൽ നമ്മൾ വളരാൻ ഇടയാക്കുന്നത് ദൈവാനുഗ്രഹപ്രദമാണ് എന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള മറുപടിയായിട്ടാണ് നമ്മൾ തുടരുന്നത്. ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി പറയുന്നില്ല, അവയൊക്കെ നിർബാധം തുടരട്ടെ എന്ന് കരുതാം. ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം, ദേവാലയത്തിന്റെ നടുഭാഗത്ത് ഒരു വഴിയിടുന്നതും ആ വഴിയിൽ ചുവന്ന പരവതാനി വിരിക്കുന്നതും എന്തിനാണ് എന്നതാണ്. പലപ്പോഴും ലിറ്റർജിക്കലായ പല കാര്യങ്ങളെക്കുറിച്ചും ധാരണയില്ലാത്തവരാണെന്ന്. ദേവാലയത്തിലുള്ള വേഷവിധാനങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ദേവാലയത്തിലെ പ്രതീകാത്മകമായ അവതരണങ്ങളെ സംബന്ധിച്ചോ ഒന്നും കാര്യമായ അറിവൊന്നും ഉണ്ടായിട്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കേവല ആചാരമായിട്ട് നമ്മളെ ഭരിക്കുകയും ചെയ്യും. അതേസമയം എന്താണോ അത് സൂചിപ്പിക്കുന്നത് അത് മനസ്സിലാകാതെ പോവുകയും ചെയ്യും. സഭയിൽ വ്യക്തമായി ഇതിനെക്കുറിച്ച് പുസ്തകങ്ങളൊന്നും രചിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഇങ്ങനെ ആകണം എന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ പരിമിതമാണ്. പ്രത്യേകിച്ചും ഈ റെഡ് കാർപ്പറ്റ് വിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഇതിങ്ങനെ ചെയ്തു കൊള്ളണം എന്നൊരു നിർദ്ദേശം സഭയിൽ നിന്നില്ല. പ്രാദേശിക സഭകളുടെ സൗകര്യത്തിനനുസരിച്ചും പാരമ്പര്യമായി തുടരുന്ന ദൃശ്യപരമായ ഒരു അടയാളം എന്ന നിലയ്ക്കും ഒക്കെ ഉപയോഗിച്ചു പോകാൻ. അപ്പൊ അതുകൊണ്ട് വ്യക്തമായ ഒരു ധാരണയില്ലാതെ പോകും. ആ ധാരണയില്ലായ്മ വാസ്തവത്തിൽ നമ്മെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഒരു അന്ധതയിലാണ് എന്നത് ഒരു കാര്യമാണ്. കാരണം എന്തിനേതൊക്കെ ചെയ്യുന്നതെന്ന് അറിയാതെ മുമ്പേ ഗമിക്കുന്ന കോപത്തിന്റെ പിമ്പേ ഗമിക്കും ബഹുമക്കളെല്ലാം എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇതിന്റെ കൂടെ നടന്നു പോകുന്നുണ്ട്. കാര്യം എന്താണെന്ന് വ്യക്തമായ ബോധ്യം ഉണ്ടാകുന്നില്ല. പിന്നെ ഓരോരുത്തരും തങ്ങൾക്ക് ഇണങ്ങും വിധമുള്ള പഠനങ്ങളും പറയും. അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അത് വ്യതിചലിച്ചു പോകാനും ഇടയുണ്ട്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. നിലനിൽക്കുന്ന ആചാരപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് അങ്ങനെ ദൂരീകരിക്കാൻ കഴിയും. പ്രത്യേകിച്ചും കത്തോലിക്ക ദേവാലയങ്ങളിൽ ഓൾട്ടറിലും നടുവഴിയിലും ചുവപ്പ് പരവതാനികൾ നമുക്ക് പലപ്പോഴും കാണാം. ഇത് രണ്ട് തരത്തിൽ നമുക്ക് കാണാം. പ്രതീകാത്മകമായൊരു കാര്യമുണ്ട്, പ്രായോഗികമായൊരു കാര്യമാണ്. ആ രണ്ട് തലത്തിലും അതിനെ നമുക്ക് നോക്കിക്കാണാൻ ശ്രമിക്കാം. നടുഭാഗത്തൂടെ വഴിയിടുന്നത് പ്രൊസഷണൽ പാത്വേ, അതായത് പ്രദക്ഷിണ വഴി എന്നൊരർത്ഥത്തിലാണ്. പ്രൊസഷണൽ പാത്വേ പ്രധാനമായും അത് ഉപയോഗിക്കുന്നത് ലിറ്റർജിക്കൽ പ്രൊസഷൻസിന് വേണ്ടിയാണ്, ആരാധനാക്രമ സംബന്ധമായ പ്രദക്ഷിണങ്ങൾക്ക് വേണ്ടി. പുരോഹിതൻ പ്രവേശിക്കുന്ന വഴി, ദൈവവചന വായനയ്ക്ക് വേണ്ടി അൾത്താരയിലേക്ക് പ്രവേശിക്കുന്നവരും കാഴ്ചവെപ്പിനായിട്ട് പ്രവേശിക്കുന്നവർക്കും നടക്കാനുള്ള വഴി, ആ പ്രദക്ഷിണങ്ങൾക്കുള്ള വഴി. അതേപോലെ തന്നെ നമുക്ക് കാണാവുന്ന വിവാഹം കൂദാശ ചെയ്യപ്പെടുന്നതിന് വേണ്ടി വധൂവരന്മാർ ആനയിക്കപ്പെടുന്ന വഴി, അതൊരു കൗദാശിക അർപ്പണത്തിന്റെ വഴി എന്ന നിലയ്ക്കാണ്. എറ്റേണൽ ലൈഫിന്, മരണയാത്ര, ദൈവത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് പ്രാരംഭം കുറിക്കുന്ന വഴിയായിട്ടും അവിടെ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആരാധനാക്രമ സംബന്ധമായ ഒരു പ്രദക്ഷിണ വഴിയാണ് ഈ നടുവഴി.
ആ വഴിയെ നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. പ്രതീകാത്മകമായി അവിടെ ചുവപ്പ് വിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട 3 സിംബലുകൾ നമുക്ക് കാണാം. ഒന്ന് മാർട്ടിഡോം ആൻഡ് സാക്രിഫൈസ് ആണ്. രക്തസാക്ഷിത്വത്തിന്റെയും ത്യാഗത്തിന്റെയും വഴിയാണ്. അത് ദ്യോതിപ്പിക്കാൻ വേണ്ടിയാണ് ചുവപ്പ് വിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ബലിയർപ്പണം, രക്തസാക്ഷികളുടെ അർപ്പണം, അതൊക്കെ ദ്യോതിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ ചുവപ്പ് വിരിക്കുന്നത്. അഗ്നിയായ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമെന്ന നിലയ്ക്കും ചിലയിടങ്ങളിൽ അത് കണക്കാക്കപ്പെടുന്നുണ്ട്. ചുവപ്പ് പരിശുദ്ധാത്മാവിന്റെ ഒരു അടയാളമായി അങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ഒരു റോയൽ ഡിഗ്നിറ്റിയുടെ ഭാഗമായിട്ട്, രാജത്വത്തിന്റെ ഭാഗമായിട്ട് രാജാവായ ക്രിസ്തു അൾത്താരയിൽ ദിവ്യകാരുണ്യമായി വസിക്കുന്നു. അങ്ങനെ റോയൽ ഡിഗ്നിറ്റി കൊടുക്കുന്ന, ഒരു രാജത്വം കൽപ്പിക്കുന്ന പാതയായിട്ട് ചുവപ്പിനെ കാണുന്നുണ്ട്. അൾത്താര പരിശുദ്ധമാണ് എന്ന് പറയുന്നത് അതിന്റെ അടയാളമായിട്ട്, ഡിവിനിറ്റിയുടെ ഭാഗമായിട്ട് ചുവപ്പ് നമുക്ക് ദേവാലയങ്ങളിൽ കാണാൻ പറ്റും. അപ്പൊ ഈ പാത്വേയിൽ ഇങ്ങനെ ചുവപ്പ് വിരിക്കുന്നതിന്റെ പുറകിൽ ഇത്തരത്തിൽ പ്രതീകാത്മകമായ കാര്യങ്ങളും ഉണ്ട് എന്ന് കാണാൻ പറ്റും. മധ്യഭാഗത്തുള്ള പ്രദക്ഷിണ വഴി, ദേവാലയത്തിലെ മധ്യഭാഗത്തുള്ള പ്രദക്ഷിണ വഴി ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ വഴിയായിട്ട്, പാത്ത് ഓഫ് സാൽവേഷൻ ത്രൂ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാം. വിശ്വാസിയെ സംബന്ധിച്ച് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഈ പ്രദക്ഷിണ വഴി പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഒന്ന്, എൻറ്ററിംഗ് ടു ദ ചർച്ച്, ബാപ്റ്റിസത്തിൽ, ദേവാലയ പ്രവേശനത്തിൽ നടുവിലൂടെ പ്രവേശിക്കുന്നു. ഇനി വിവാഹത്തിൽ, അപ്രോച്ചിങ് ടു ദി ഓൾട്ടർ, ദേവാലയ ബലിപീഠത്തെ സമീപിക്കുന്ന, ഒരു ബലിമേശയിൽ ജീവിതം അർപ്പിക്കുകയാണ് വിവാഹ ജീവിതത്തിൽ. അപ്രോച്ചിങ് ദി ഓൾട്ടർ, അങ്ങനെ ബലിമേശയുമായുള്ള പങ്കാളിത്തത്തെ കാണിക്കാൻ വേണ്ടി ഈ നടുവഴിയിലൂടെ സഞ്ചരിക്കും. ഇനി അതുമാത്രമല്ല, മൃതസംസ്കാര ശുശ്രൂഷയിൽ ദൈവത്തിലേക്കുള്ള യാത്രയുടെ വഴിയായിട്ട്, ജേർണി ടു എറ്റേണൽ ലൈഫ്, അങ്ങനെ ഒരു ബോധ്യത്തിൽ ഈ വഴി ഉപയോഗിക്കുന്നു. അപ്പോൾ പ്രദക്ഷിണ വഴി എന്നത് പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. പ്രായോഗികമായ മാനങ്ങളിൽ നമുക്ക് വേറെയും കാണാൻ പറ്റും. അൾത്താരയിൽ സർവാധികാരിയും രാജാവുമായി ക്രിസ്തു വസിക്കുന്നു. ക്രിസ്തുവിലേക്കുള്ള വഴിയാണ്. ആ വഴിയിൽ സാധാരണഗതി നമുക്ക് നിൽക്കാൻ പാടില്ല. വഴിയിൽ നിൽക്കാൻ പാടില്ലെന്നുണ്ട്. അത് രാജത്വത്തിന്റെ വഴിയാണ്. ആ വഴി നിൽക്കാൻ പാടില്ല. നമ്മൾ സാധാരണ രീതിയിൽ ദേവാലയത്തിന്റെ ഈ നടുഭാഗം വരുമ്പോൾ ഒന്ന് വണങ്ങിയിട്ട് പോകും. ഇന്നത്തെ വണങ്ങൽ യഥാർത്ഥത്തിൽ ആക്ഷേപകരമായൊരു വണങ്ങലാണ്. ഒന്ന് തലകുമ്പിട്ട്, നെഞ്ചത്ത് കൈവച്ച് തലകുമ്പിട്ട് അങ്ങ് പോകും. അത് യേശു കുരിശിൽ കിടന്ന സമയത്ത് ആളുകൾ ചെയ്തൊരു പരിപാടിയാണ്. അവനെ പരിഹസിച്ചു പോയതുപോലെയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വന്ന് പറയണ പോലെയാണ്. വാസ്തവത്തിൽ ചെറുമുട്ട് വഴങ്ങിയിട്ട് വേണം, നട വഴങ്ങിയിട്ട് വേണം പോകാനെന്നാണ്. ഒരു പാതി മുട്ടുകുത്തിയിട്ടാണ് അപ്പുറത്തേക്ക് പോവുക. കാരണം രാജത്വത്തിന്റെ വീതിയാണ്, ക്രിസ്തുവിലേക്കുള്ള വഴിയാണ്, ക്രിസ്തുവാകുന്ന വഴിയാണ്. ആ വഴിയെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ഈ നടുഭാഗത്തുള്ള വഴി. അത് നമ്മൾ പ്രത്യേകം അത് ഓർക്കേണ്ടതുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഓർത്തിട്ടെന്ന് ചോദിച്ചാൽ, ഓർക്കുന്നതിന്റെ കാര്യം ഇതാണ്: നമ്മൾ ക്രിസ്തുവിനെ എങ്ങനെയാണ് ഹൃദയത്തിൽ പേറുന്നതെന്നും എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതെന്നും നമ്മെ ബോധ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രതീകങ്ങളാണ്, അടയാളങ്ങളാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് അനുഭവപരതയിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നവയാണ് പ്രതീകങ്ങൾ. അങ്ങനെ ഉപയോഗിച്ചാൽ ആരാധനക്രമ പാരമ്പര്യങ്ങളിൽ എവിടെയാണിത് പറയുന്നത് ചോദിച്ചാൽ, പെസഹ ക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഓശാന ഞായറിൽ, ദുഃഖവെള്ളിയാഴ്ച ഒക്കെ പ്രത്യേകമായിട്ട് ഇത് ചെയ്യണമെന്നുണ്ട്. അവിടെയാണ് രേഖാപരമായി കാർപ്പറ്റ് വിരിക്കുന്നതിനെ സംബന്ധിച്ചുള്ളൂ. പെസഹ ആഘോഷത്തെ സംബന്ധിച്ച ചർച്ച് ഗൈഡ് ലൈൻസിൽ ഇത് പ്രത്യേകമായിട്ട് പറയുന്നു. മറ്റെവിടെയും അത് ആധികാരികമായി ഇങ്ങനെ ചെയ്തു കൊള്ളണം എന്ന നിർദ്ദേശമില്ല. അൾത്താരയിൽ നോക്കിയാൽ നമുക്ക് കാണാം, ഒന്ന് റെഡ് കാർപ്പറ്റ് ആണ്. അതുപോലെ ബലിപീഠത്തെ മൂടുന്ന വെളുത്ത തുണിയാണ്. വെളുത്തത് പരിശുദ്ധിയുടെ ചിഹ്നമായിട്ടും ചുവപ്പ് ദൈവത്വത്തിന്റെയും രാജകീയത്വത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പറയുമ്പോൾ ഇത് വേണോന്ന് ചോദിച്ചാൽ, ആദിമസഭയിൽ ഇതൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ റോമ ആധിപത്യം സഭയ്ക്കകത്ത് ഉണ്ടാകുന്ന കാലത്തുണ്ടാകുന്നതാണ്, മധ്യകാലത്തോടെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അന്ന് ഓണറബിളായി കണ്ടിരുന്ന, ഏറ്റവും പ്രധാനമായി കണ്ടിരുന്ന ഒരു നിറം ചുവപ്പ് എന്ന നിലയ്ക്കാണ് ഇത്തരത്തിൽ ചുവപ്പ് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ഓണർ ഓഫ് ഡിവിനിറ്റി എന്ന നിലയിൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ ഇതാണ് ഡിവിനിറ്റിയുടെ ലക്ഷണമെന്ന് പറയാൻ കഴിയില്ല. ഒരു പ്രതീകാത്മകമായി ഒരു അവബോധ നിർമ്മിതിക്ക് വേണ്ടി ഉണ്ടാക്കിയ കാര്യമാണ്. ഓരോ കാലഘട്ടത്തിലുണ്ടായ കാര്യങ്ങൾ മാത്രമാണ്. സഭയിൽ ദേവാലയങ്ങളിൽ കാണുന്ന ആഡംബരങ്ങളോ ഒന്നും
ആദിമസഭയിൽ ഉണ്ടായിരുന്നല്ല. ഒരു ബലിയർപ്പിക്കാൻ സ്ഥലമില്ലാതെ പോയ മനുഷ്യരാണ് ആദിമസഭയിൽ. അവർ വീടുകളിലാണ് പങ്കെടുത്തിരുന്നത്. അവർക്ക് ദേവാലയങ്ങൾ ഉണ്ടായിരുന്നില്ല. മതപീഡനങ്ങളുടെ കാലത്ത് അവർക്ക് ഇതൊന്നും സാധ്യമായിരുന്നില്ല. കോൺസ്റ്റന്റിന്റെ കാലത്ത് സഭയെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുക വഴി, അതൊരു നല്ല കാര്യം എന്ന് വെച്ചാൽ സഭയെ സംബന്ധിച്ച് ഒരു കേട് തന്നെയാണ്. സഭ ഒരു മതമായി മാറുക എന്നുള്ളത് സഭയുടെ അതിന്റെ അടിസ്ഥാന ലക്ഷണങ്ങളിൽ നിന്ന് അകന്നു പോകുന്നൊരു കാര്യമാണ്. ആചാരാനുഷ്ഠാനങ്ങളിലും പ്രതീകങ്ങളിലും ഒക്കെ കുടുങ്ങിക്കിടക്കുന്ന ഒന്നാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് വന്നാൽ വിശ്വാസത്തിന്റെ തനിമ നഷ്ടപ്പെടും. വിശ്വാസം എന്ന് പറയുന്നത് ഹൃദയപരമായൊരു ബന്ധമാണ്. അതും ഈ പറഞ്ഞ ആചാരങ്ങളോ പ്രതീകങ്ങളോ ആയിട്ട് യാതൊരു ബന്ധമില്ല. പ്രതീകങ്ങളിലൂടെ നമുക്ക് എളുപ്പം എത്തിച്ചേരാൻ കഴിയും. നമ്മുടെ പരിമിതികൾ മറികടക്കാനുള്ള ഒരു മാർഗം എന്ന നിലയ്ക്കാണ് പ്രതീകങ്ങൾ എപ്പോഴും നമ്മൾ കാണേണ്ടത്. ആധുനിക കാലത്ത് ഇവയുടെയൊക്കെ ഉപയോഗത്തെ സംബന്ധിച്ചുള്ള ഒരു സാമാന്യ ധാരണ എന്ന് വെച്ചാൽ ഇത് നിർബന്ധിതമായി ചെയ്യേണ്ട കാര്യമല്ല. മോസ്റ്റ്ലി പ്രിഫേർഡ്, അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നു, അങ്ങനെ ചെയ്ത് കാണുന്നു, അതെല്ലാവരും അനുകരിക്കുന്നു എന്നല്ലാതെ അതാണ് പരിശുദ്ധിയുടെയോ ദൈവത്വത്തിന്റെയോ ലക്ഷണമെന്നൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതുണ്ടായിക്കൊള്ളണമെന്നില്ല. അതല്ല പരമപ്രധാനം. വിശുദ്ധ ബലിയുടെ നേരത്ത് രക്തസാക്ഷികളൊക്കെ ഈ പാത്വേയിലാണ്, ഈ പ്രദക്ഷിണ വഴിയിലാണ് നിൽക്കുക, രക്തസാക്ഷികളുടെ ഗണം അവിടെ നിൽക്കും എന്നൊക്കെ സാമാന്യഗതിയിൽ പറയാറുണ്ട്. അത് പ്രതീകാത്മകമായി നമുക്ക് സങ്കല്പിക്കാവുന്നവയാണ്. പ്രദക്ഷിണ വഴി പരിശുദ്ധിയുടെ വഴിയാണ്, അതൊരു എറ്റേണൽ വേ ആണ്, ക്രിസ്തുവിന്റെ ബലിയിലേക്കുള്ള വഴിയാണ് എന്ന നിലയ്ക്കൊക്കെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ കരുതുന്നത് നമ്മുടെ വിശ്വാസ ബോധ്യങ്ങളിൽ നമുക്ക് കൂടുതൽ ഉത്തേജനമുണ്ടാകാനും വളരാനും നല്ലതാണ്. ഇപ്പോൾ നമ്മൾ കാഴ്ചവെപ്പിനായിട്ട് പോകണം. ആ വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾ ഈ ലോകത്ത് നിന്ന് നമുക്കുള്ളവയൊക്കെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു മനോഭാവത്തോടെ പോകാൻ അത് ഉപകരിച്ചേക്കാം. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു യാത്ര എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് വളരെ ഹൃദയസ്പർശിയായി ഇന്നും നിലനിൽക്കുന്നു. എന്നെ തൊട്ടൊരു അനുഭവമാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. സ്ഥൈര്യലേപനൊപ്പം തന്നെയാണ്. കാഴ്ചവെപ്പിന്റെ സമയത്ത് കാഴ്ചവെക്കാനായിട്ട് പോകും. 200 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അന്ന് ജോസഫ് കേളന്തറ പിതാവാണ്. ഞാൻ എൻ്റെ ഇടവക ദേവാലയത്തിലല്ല കുർബാന സ്വീകരിക്കുന്നത്, തൊട്ടടുത്തുള്ള ദേവാലയത്തിലാണ്. വരാപ്പുഴ രൂപതയുടെ മെത്രാനായിരുന്നു ജോസഫ് കേളന്തറ പിതാവാണ് ഈ സ്ഥൈര്യലേപനം നൽകാനായിട്ട് കൂടി വരുന്നത്. അപ്പൊ പിതാവ് തന്നെയാണ് ഈ പറഞ്ഞ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. 2 കൂദാശ ഒന്നിച്ച് നൽകുക. അപ്പോ അങ്ങനെ പോകുന്ന വഴിയിൽ, കാഴ്ചവെപ്പിനായിട്ട് പോകുന്ന വഴിയിൽ 200 കുട്ടികളുടെ ഇടയ്ക്ക് ഏറ്റവും വിചിത്രമായ വേഷധാരിയായി ഞാനുണ്ടായിരുന്നു. എല്ലാവരും നല്ല വസ്ത്രങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് നല്ല വസ്ത്രങ്ങൾ ഉണ്ടായില്ല. വെള്ളയാണെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വെള്ളയെന്നല്ല, തൂവെള്ളയായിരിക്കുമ്പോൾ എൻ്റേത് ഒരു മുഷിഞ്ഞ വെള്ളയായിരുന്നു. റേഷൻ കടയിൽ നിന്ന് അന്ന് തുണി കിട്ടും. ആ റേഷൻ തുണി കൊണ്ട് തയ്ച്ച ഷർട്ടായിരുന്നു. അത് വളരെ മോശപ്പെട്ട രീതിയിലാണ് തയ്ച്ചത്. എൻ്റെ മൂത്ത സഹോദരിയാണ് തയ്ച്ചതെന്ന്. കാരണം അത് പുറത്തു കൊടുത്ത് തയ്ക്കാനുള്ള വകയില്ലായിരുന്നു. വകയുണ്ടെങ്കിലും പിതാവിന് അതിലൊന്നും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് സഹോദരി തയ്ച്ചപ്പോൾ അതിൻ്റെ കോളർ ഒരു സൈഡിലായിപ്പോയി. ഞാൻ ഇന്ന് കാണുന്നത് പോലെ തന്നെ അന്നും ഒരു വിചിത്ര വേഷത്തിലാണ്. അങ്ങനെ ഞാൻ പോയി. എൻ്റെ തിരിയിൽ ഈ കടലാസ് പൂക്കളൊന്നും ചുറ്റിയിട്ടില്ല. ഞാൻ തന്നെയാണ് തലയിൽ വെക്കേണ്ട കപ്പകളൊക്കെ ഉണ്ടാക്കിയത്. അത് ഏറ്റവും മുഷിഞ്ഞ കടലാസൊക്കെയാണ്. പിതാവിന് ഈ കടലാസിൻ്റെയൊക്കെ കച്ചവടം ഉണ്ടായിരുന്നു, ചൈന പേപ്പർ. ആ ചൈന പേപ്പറിൽ ഏറ്റവും മുഷിഞ്ഞതാണ് എനിക്ക് തന്നത്. അത് മുഷിഞ്ഞത് കൊണ്ട് ഉണ്ടാക്കി. തങ്കനൂലൊന്നും ഇടാനില്ലാത്തത് കൊണ്ട് ഞാൻ സിഗരറ്റിന്റെ പേപ്പർ വെട്ടിയിട്ട് ആ പേപ്പറാണ് ഇട്ടത്. അപ്പോൾ ആകപ്പാടെ വിചിത്രവും വൈരൂപ്യവുമുള്ള ഒരാളായിട്ടാണ് ഞാൻ കാഴ്ചവെപ്പിന്റെ വേദിയിലൂടെ പോകുന്നത്. കാഴ്ചവെക്കാൻ ഒന്നും വീട്ടിൽ നിന്ന് തന്നില്ല. അപ്പോൾ ഒന്നുമില്ലാതെ ഞാൻ പോവാണ്. അങ്ങനെ ചെന്നു. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ വെച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല തരാൻ, പകരം ഞാൻ എന്നെ നിനക്ക് തരാം. എൻ്റെ കയ്യിൽ നിനക്ക് തരാനായി ഒന്നുമില്ല, പകരം ഞാൻ എന്നെ തരാം എന്ന് പറഞ്ഞു. അന്ന് ഒരു പുരോഹിതനാകണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ ബലിപീഠത്തെ സമീപിച്ചു, ഈ പ്രാർത്ഥന സമർപ്പിച്ചു, ഞാൻ തിരിച്ചു പോയി. വർഷങ്ങൾക്ക് ശേഷം, മാനസാന്തരപ്പെട്ടതിനും വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ അതേ ദേവാലയത്തിൽ അതേ പാത്വേയിൽ നിന്നുകൊണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിച്ചു. ആ പ്രസംഗിക്കുന്ന നേരം വരെ എനിക്ക് സംഭവമൊന്നും ഓർമ്മയില്ല. പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാഴ്ചവെപ്പിനെ കുറിച്ച് ഞാൻ പറയുന്ന സമയത്ത് അറിയാതെ തന്നെ സംഭവം എൻ്റെ ഉള്ളിലേക്ക് വന്നു. അവിടെ വെച്ച് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം അങ്ങനെ ആ പ്രദക്ഷിണ വഴിയിൽ എന്നെ സമർപ്പിച്ച എന്നെ ആ വഴിയിൽ നിന്നും അവിടെ നിന്ന് തള്ളിയിട്ടില്ല എന്നത് എൻ്റെ ഹൃദയത്തെ ദ്രവിപ്പിച്ചൊരു കാര്യമാണ്.
എന്നും എൻ്റെ ജീവിതത്തിൽ ഓർമ്മയുള്ള ഒരു കാര്യമായിട്ട് അത് മാറി. ഒരു സമർപ്പണം ഒരിക്കലും ദൈവം കൈവിടില്ല എന്നതിന് ഒരു അടയാളമായി ഞാൻ മാറിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ നടുവഴിയാവട്ടെ, ദേവാലയത്തിലെ അലങ്കാരങ്ങളാകട്ടെ, അവയുടെ ബാഹ്യതലത്ത് നോക്കാതെ കേവലാഡംബരങ്ങളിൽ കുടുങ്ങാതെ അതിൻ്റെ പ്രതീകാത്മകതയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കുറച്ചുകൂടി അവബോധപരമായ ഉയർച്ച ഉണ്ടാകും, അനുഭവതലം ഉയരും. അതുകൊണ്ട് അത് മോശമാണെന്ന് കരുതേണ്ട. ഇതിങ്ങനെ ലിറ്റർജിക്കലായിട്ട് ആകെ പറയുന്നത് പെസഹ ആഘോഷവുമായി ബന്ധപ്പെട്ട സമയത്ത് മാത്രമാണ് ഇതിങ്ങനെ ആവണമെന്ന് നിർബന്ധിക്കുന്നത്. ചുവപ്പ് വിരിക്കണമെന്ന് പറയുന്നത് ദുഃഖവെള്ളിയാഴ്ചയിൽ ഓശാന ഞായറിലുമാണത് പ്രധാനമായിട്ടുള്ളത്. അതല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പ്രകാരങ്ങളിലൊക്കെ ചിന്തിക്കുമെങ്കിൽ നമ്മുടെ ജീവിതയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തുമാർഗത്തിലെ പുരോഗമനത്തിന് അത് അനുഭവം പകരും എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ കഴിയൂ. ഇനി വിശുദ്ധ കുരിശിനോടുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട സംശയമാണ്. വിശുദ്ധ കുരിശിനെ വണങ്ങും നമ്മൾ, വിശുദ്ധ കുരിശിനെ ദുഃഖവെള്ളിയിൽ നമ്മൾ ആരാധിക്കും. എന്നാൽ ആ വിശുദ്ധ കുരിശ് എന്ന് പറയുന്നത് ഒരു കുരിശ് എന്ന ഒരു കാഴ്ചയിൽ നിന്നുകൊണ്ടല്ല. യേശു കുരിശ് മൂലം നമുക്ക് രക്ഷ നൽകി, കുരിശ് വഴിയായി. അതുകൊണ്ട് രക്ഷയുടെ അടയാളമായ കുരിശിനെ വണങ്ങുന്നത് ഉചിതമാണ്. അതൊരു ഓർമ്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. യേശുവിൻ്റെ കുരിശുമരണത്തെയും നമ്മുടെ രക്ഷയെയും സംബന്ധിച്ച ബോധത്തിൽ നമ്മെ നിലനിർത്താനായിട്ട് കുരിശ് കാരണമായിട്ട് മാറും. എന്നാൽ കുരിശിനെ കുറിച്ചുള്ള പ്രാർത്ഥനയൊക്കെ പലപ്പോഴും പലതായിട്ട് രചിക്കപ്പെടുകയും പലയിടത്തായിട്ട് എത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. പലയിടത്തും ഇതൊക്കെ അതിൻ്റെ അർത്ഥമറിയാതെയും കാരണങ്ങളൊന്നും വ്യക്തമാകാതെയൊക്കെയുള്ള പ്രാർത്ഥനകളായിട്ട് മാറുകയും ചെയ്യും. കുരിശ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുവിൻ്റെ കുരിശിലെ യാഗമാണ്. നമുക്കുണ്ടായ മുക്തിയെ സംബന്ധിച്ചുള്ള ബോധ്യമാണ്. ആ ഒരു ബോധ്യതലത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റണം. അതാണ് കുരിശ് ധരിക്കുന്നതിൻ്റെയൊക്കെ പുറകിലുള്ളത്. ആ കുരിശ് നമ്മെ സംരക്ഷിക്കും എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ കുരിശ് മൂലം നമുക്ക് ലഭിച്ച രക്ഷയും സംരക്ഷണവും നമ്മൾ ഏറ്റുപറയുന്നു എന്നേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ ഈ കുരിശ് നമ്മളെ രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ കുരിശ് ഒടിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? യഥാർത്ഥത്തിൽ മാമുദീസ വഴി നമ്മുടെ നെറ്റിയിലുള്ള വിശുദ്ധ കുരിശ്, മായ്ക്കപ്പെടാനാവാത്ത മുദ്ര, സെന്റ് അഗസ്റ്റിൻ അങ്ങനെയാണ് അതിനെ പറയുക, മായ്ക്കപ്പെടാനാവാത്ത മുദ്ര. ആ മുദ്രയോളം ശക്തമായ ഒരു കുരിശ് വേറെ ഇല്ല. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതറിയാതെ പോകുമ്പോഴാണ് നമ്മൾ ധരിക്കുന്നതിലേക്ക് എത്തുന്നത്. ധരിക്കുമ്പോഴും നമ്മൾ ഒരു ആശീർവദിക്കപ്പെട്ട കുരിശ് ധരിക്കുമ്പോൾ അതിൽ കൗദാശിക കൽപ്പമാണ് ആശീർവാദത്തിലുള്ളത്. ആ ആശീർവാദം മാമുദീസയിലേക്ക് തിരിഞ്ഞിരിക്കും. നമുക്കിത് ഓർമ്മ ഉണ്ടാക്കാനായിട്ട് ഉപകരിക്കുമെന്നല്ലാതെ ആ കുരിശാണ്, ഒരു മരക്കഷ്ണമാണ് നമ്മളെ രക്ഷിക്കുന്നത് എന്ന തെറ്റിദ്ധാരണയിലേക്ക് നമ്മൾ എത്തിപ്പോകാൻ പാടില്ല. ഇനി അയച്ചു തന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്: രക്ഷയുടെ അടയാളമായ കുരിശ് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ നാടിനെയും സമൂഹത്തെ മുഴുവനെയും ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങനെയൊന്നും നമുക്ക് സമർപ്പിക്കാൻ കഴിയില്ല. മാത്രമല്ല, സമർപ്പണം നടക്കുന്ന എവിടെയാണ്? അത് പരിശുദ്ധ കുർബാനയിലാണ്. നമുക്ക് മറ്റാരിലും സമർപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ അടക്കം നമ്മൾ സമർപ്പിക്കുന്നത് കുർബാനയിലാണ്. കുർബാനയിലും വ്യക്തിപരമായ സമർപ്പണം നടക്കും. കുടുംബാംഗങ്ങളെയും കുടുംബത്തെയും നാട്ടുകാരെയും സമൂഹത്തെയും സഭയെയും മാർപ്പാപ്പ വരെ ആൾക്കാർ കയറി സമർപ്പിക്കും. നമ്മുടെ കയ്യിലുള്ളതാണ് നമുക്ക് സമർപ്പിക്കാൻ പറ്റുക. അവർക്ക് വേണ്ടി സമർപ്പിക്കാം, കാഴ്ചവെക്കാം. കുടുംബാംഗങ്ങൾക്ക് പകരമായി ഞാൻ എന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റും. കുടുംബാംഗങ്ങൾക്കൊന്നും സമർപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. കുരിശിലൊരു സമർപ്പണ പ്രാർത്ഥന അങ്ങനെ ഇല്ല. സമർപ്പണമുള്ളത് കുർബാനയിലാണ്. പ്രാർത്ഥനയിൽ ആലങ്കാരികമായും വാചികമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഒരുപക്ഷെ അതിൻ്റെ അർത്ഥത്തിൻ്റെ പൂർണ്ണതയിലേക്കൊന്നും അതിൻ്റെ അർത്ഥത്തിൻ്റെ പൂർണ്ണതയിലേക്കൊന്നും ചെന്നുകൊണ്ടല്ല പല പ്രാർത്ഥനകളും. ഇത് കത്തോലിക്ക പ്രാർത്ഥനയാണോ എന്ന് ചോദിച്ചാൽ കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനയായിട്ട് അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ മുമ്പിലില്ല. പ്രാർത്ഥന കത്തോലിക്കമാണെന്ന് പറയാം. കത്തോലിക്കം പറഞ്ഞതുകൊണ്ട് കത്തോലിക്ക പ്രാർത്ഥനയാവണമെന്നില്ല. നിരവധിയായ പ്രാർത്ഥനകൾ, വിശുദ്ധാത്മാക്കളിലൂടെ ഉണ്ടായ പ്രാർത്ഥനകൾ തന്നെ നിരവധിയായിട്ടുണ്ട്. അവയൊന്നും പ്രാർത്ഥിക്കണമെന്ന് സഭ നിർദ്ദേശിക്കാറുമില്ല. അതൊന്നും പരമപ്രധാനമാണെന്ന് പറയാറുമില്ല. കാരണം ഒരു വിശുദ്ധൻ എഴുതിയ പ്രാർത്ഥനയോ ആ വിശുദ്ധൻ പറഞ്ഞ കാര്യങ്ങളോ ഒന്നുമല്ല ഒരു വിശുദ്ധനെ വിശുദ്ധനാക്കുന്നത്. ആ വിശുദ്ധന്റെ ജീവിതമാണ്. അപ്പൊ ജീവിതത്തിന്റെ വിശുദ്ധിയാണ് സഭ അംഗീകരിക്കുന്നതും പ്രഘോഷിക്കുന്നതും. അല്ലാതെ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യത്തെയും സഭ ഓൺ ചെയ്യില്ല. കാരണം അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളിലും വിശ്വാസപരമായ പിഴവുകളും വീഴ്ചയൊക്കെ ഉണ്ടാകാം, അറിവിന്റെ പരിമിതികൾ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് പ്രബോധനപരമായി സഭ അംഗീകരിക്കണമെങ്കിൽ സിദ്ധാന്തപരമായി അംഗീകരിക്കുന്നു എന്ന് വരാം. അങ്ങനെ അംഗീകരിച്ച കാര്യങ്ങളുണ്ട്. ഡോക്ട്രൈനുകൾ, സഭയുടെ ഔദ്യോഗിക ഡോക്ട്രൈനുകളുണ്ട്. ഡോക്ടർ ഓഫ് ദി ചർച്ച്, വേദപാരംഗതന്മാർ, അവരിലൂടെ നൽകപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ പറയുമ്പോൾ പോലും പലപ്പോഴും അതിനകത്ത് പല കാര്യങ്ങളെയും അംഗീകരിക്കാതെ പോയിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് നാം വിശ്വാസ പ്രബോധനത്തിന് അനുകൂലമായി നിൽക്കുന്ന ഘടകങ്ങളെ സ്വീകരിക്കുക എന്നല്ലാതെ കാണുന്നതെല്ലാം കത്തോലിക്കൽ എഴുതി എന്നുള്ളത് കൊണ്ട്, കത്തോലിക്കൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട്, പുരോഹിതൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിലൊന്നും കാര്യമില്ല. പറയുന്ന ആൾ ആരാകട്ടെ എന്തോ ആകട്ടെ, സഭാപ്രബോധനത്തോട് എങ്ങനെ അത് ചേർന്ന് പോകും എന്നാണ് ആലോചിക്കേണ്ടത്. അപ്പൊ സമർപ്പണം എന്ന് പറയുന്നത് കുർബാനയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് മറ്റൊരിടങ്ങളിൽ ചെയ്യാൻ സാധ്യമുള്ള കാര്യമല്ല. കേവലമായ അതരപൂജ അല്ലല്ലോ നമ്മൾ നടത്തുന്നത്. ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടേ, കൊടുക്കണ്ടേ? കൊടുക്കാൻ കഴിയുന്ന കുർബാനയിൽ മാത്രമേ സാധ്യമാകൂ. അത് വ്യക്തിപരമായി മാത്രമേ സാധ്യമാകൂ. നാടിനെയും നാട്ടുകാരെയും എല്ലാവരെയും കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇതെല്ലാം കൂടി ഇരിക്കുകയല്ലോ എടുത്ത് സമർപ്പിക്കുക. യേശുവിന് അങ്ങനെ പിതാവിന്റെ മുമ്പിലേക്ക് ഉയർത്താൻ പറ്റും. He took the whole being and said, "This is my body." യേശുവിന്റെ ശരീരമാണ്, അതുകൊണ്ട് അവന് എടുത്ത് ഉയർത്താൻ പറ്റും. നമുക്ക് അങ്ങനെ ഉയർത്താൻ പറ്റില്ല. ആ ക്രിസ്തുയാഗത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം, അവന്റെ ശരീരത്തിന്റെ ഭാഗമായി നിൽക്കാം, നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കി മാറ്റാം. അങ്ങനെയാണ് കുർബാനയിൽ സംഭവിക്കുന്നത്. കുരിശിൽ അങ്ങനെ സമർപ്പിക്കുക എന്നുള്ളത് ഇങ്ങനെ വാചികമായിട്ട് പറയുന്നൊരു പ്രാർത്ഥന എന്ന നിലയ്ക്കല്ലാതെ അതിനെ കാണാൻ കഴിയില്ല. പൈശാചിക ശക്തിയിൽ നിന്ന് വിടുതൽ നൽകണമേ, ജോലികളൊക്കെ വിജയിപ്പിക്കണമേ എന്നൊക്കെ കുരിശിനോട് പ്രാർത്ഥിക്കാം. കുരിശിനെ ഓർത്തിട്ട്, കുരിശിലെ ബലിയെ ഓർത്തിട്ട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ ആ കുരിശല്ല അതിന്റെ പ്രധാന ഘടകം, കുരിശിലെ ബലിയാണ്. ഇനി പൈശാചിക ബന്ധനത്തിൽ നിന്ന് ക്രിസ്തു കുരിശിൽ നമുക്ക് മോചനം നൽകിയെന്നൊരു ഓർമ്മയിലേക്കാണ് അത് നമ്മളെ കൊണ്ടുപോകുന്നതെങ്കിൽ കൂടുതൽ ഗുണപ്പെടുന്നതായിട്ട് മാറും. ഇനിയുള്ള ഭാഗങ്ങളാണ് രസകരമായിട്ടുള്ളത്. പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, അത്യാപത്തുകളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് ഒക്കെ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയാൻ. ഇതെല്ലാമാണ് കുരിശ്. ഈ സഹനങ്ങളെല്ലാം കുരിശാണ്. ആ കുരിശിൽ നിന്ന് മോചനം നൽകണമെന്ന് കുരിശിനോട് തന്നെ എങ്ങനെയാ പ്രാർത്ഥിക്കണേ? ആ കുരിശിന്റെ അർത്ഥം തിരിച്ചറിയാൻ ഈ കുരിശ് കാരണമായിട്ട് മാറും. ആ കുരിശിലേക്ക് നോക്കുമ്പോൾ അങ്ങനെയാണ് ആ പ്രാർത്ഥനയെ കാണേണ്ടത്. പ്രാർത്ഥനകൾ പലപ്പോഴും അതിന്റെ അർത്ഥത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതും തെറ്റിദ്ധരിക്കപ്പെടുന്നതും യഥാർത്ഥത്തിന് നേർ വിപരീതമായിട്ട് മാറുന്നതും ഇങ്ങനെയൊക്കെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കുരിശ് വിഗ്രഹമാകില്ലേ എന്ന് ചോദ്യം ഉണ്ടായാൽ കുരിശ് വിഗ്രഹമല്ല. കാരണം കുരിശിന് ജീവനുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. കുരിശിൽ നിന്നൊരു ശക്തി ഒഴുകുന്നു നമ്മൾ വിശ്വസിക്കുന്നില്ല. ഒരു തിരുസ്വരൂപത്തിൽ നിന്നും ഒരു ശക്തിയും പ്രവഹിക്കുന്നില്ല. ഒരു തിരുസ്വരൂപത്തിലും അവർ വസിക്കുന്നില്ല. അതിന് ജീവനില്ല. അങ്ങനെ തന്നെയാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. ഒരിക്കലും ഇവയൊക്കെ ജീവനുള്ള വസ്തുക്കളാണെന്ന് സഭ വിശ്വസിക്കുന്നില്ല. ജീവനുള്ളത്, ദൈവത്വമുള്ളത് പരിശുദ്ധ കുർബാനയിൽ മാത്രമാണ്. ആ കുർബാനയാകട്ടെ ദൈവൈക്യത്തിനായി നൽകപ്പെട്ടതുമാണ്. കുർബാനയിലെ യേശു സാന്നിധ്യത്തെ, യേശുവിന്റെ സഹവാസത്തെ ലോകത്തോട് പറയാൻ വേണ്ടി മാത്രമാണ് പരിശുദ്ധ കുർബാന ആരാധനയ്ക്ക് വെക്കുന്നത് പോലും, വണക്കത്തിന് വെക്കുന്നത്. അതല്ലാതെ നമ്മൾ വിഗ്രഹമായി ഒന്നിനെ പ്രതിഷ്ഠിക്കുന്നില്ല. വിഗ്രഹമാണെങ്കിൽ അത് ജീവനുണ്ടാവും. ഒരു തിരുസ്വരൂപത്തിന് ജീവനില്ല, ഒരു കുരിശിനും ജീവനില്ല, അതിൽ നിന്നൊരു ശക്തിയും പ്രവഹിക്കുന്നില്ല. അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത് അതിഭാവുകത്വം കൊണ്ടാണ്. ചിലയിടങ്ങളിലൊക്കെ നമ്മുടെ പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസ ബോധ്യങ്ങളും ഈ സമൂഹത്തിൽ നമ്മൾ സ്വീകരിച്ച ചില ബോധ്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഇതിങ്ങനെ അത്ഭുത തിരുസ്വരൂപമാണ്, അത്ഭുത കുരിശാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് നമ്മുടെ വിശ്വാസം വീഴ്ചയായിട്ട് കാണാൻ കഴിയും, ഉയർച്ചയല്ല. കുരിശിലേക്ക് നോക്കുമ്പോൾ യേശുവിന്റെ കുരിശിലെ യാഗവും ഓർക്കണം, അവനവന്റെ ജീവിത കുരിശ് ഓർക്കണം. അങ്ങനെ ഈ കുരിശിനെ ആ കുരിശുമായിട്ട് ചേർത്ത് വെച്ച് വിശുദ്ധീകരിക്കണം. അത്തരത്തിലാണത് പ്രയോഗിക്കേണ്ടത്. പൈശാചിക തിന്മകൾ ഇല്ല എന്ന നിലയ്ക്ക് നാം പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം, അവരൊരിക്കലും പഠിപ്പിക്കുന്നില്ല. പൈശാചിക ശക്തികളുണ്ടെന്നും അശുദ്ധാരൂപികൾ പ്രവർത്തനക്ഷമമാണെന്നും തന്നെയാണ്. പക്ഷെ അവയ്ക്ക് നമ്മെ കീഴ്പ്പെടുത്താനാവില്ല. അവയ്ക്ക് നമ്മുടെ മേലെ അധികാരമില്ല. അവൻ തോൽപ്പിക്കപ്പെട്ടവനാണ്. അവസാനം വരെ അശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാവും. അവൻ തോൽപ്പിക്കപ്പെട്ടുവെങ്കിലും അവന് പ്രവർത്തനാനുമതിയുണ്ട്. കാരണം അവസാനത്തെ മനുഷ്യൻ വരെ ക്രിസ്തുവിൽ അവനെ പരാജയപ്പെടുത്തണം. അങ്ങനെ ക്രിസ്തുവിന്റെ കുരിശിലെ വിജയത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഘോഷിക്കണം. അങ്ങനെയാണ് തിന്മ അവസാനം സമ്പൂർണമായി നശിക്കപ്പെടുന്നത്. അതുവരെ അവന്റെ പ്രവർത്തനം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് പൈശാചിക ശക്തികൾ പ്രവർത്തിക്കുന്നില്ല എന്ന് നാം പഠിപ്പിച്ചിട്ടില്ല. പൈശാചിക ശക്തികളെ ഭയപ്പെടുത്തിയും കാണുന്നതിലൊക്കെ പിശാചിനെ ആരോപിച്ചും പിശാചാണ് ലോകത്തെ ഭരിക്കുന്നത്, നയിക്കുന്നതെന്നും നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പിശാചാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ്. സാധാരണഗതിയിൽ പിശാച് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? സമ്പത്തിനോട് ആഗ്രഹമുള്ളവരാക്കി, അസൂയുള്ളവരാക്കി, മറ്റുള്ളവരെ തരം താഴ്ത്തുന്നവരാക്കി, അവഹേളിക്കുന്നവരാക്കി, ഇങ്ങനെ മനുഷ്യജീവിതത്തിന് പ്രതികൂലം സൃഷ്ടിച്ചുകൊണ്ടും ക്രിസ്തുവിൽ നിന്ന് അവനെ അകറ്റിക്കൊണ്ടുമാണ് പിശാച് പ്രവർത്തിക്കുന്നത്.
അത് തിരിച്ചറിയാതെ ഇത്തരത്തിൽ നിങ്ങളുടെ പണം തട്ടിയെടുക്കുന്നത് പിശാചാണെന്ന് പറഞ്ഞ് പിശാചിനെ ഓടിക്കാൻ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ പണത്തോട് നിങ്ങളുടെ പ്രതിപത്തി വർദ്ധിക്കുന്നു. അവിടെ പിശാചിന്റെ പക്ഷത്തായി പോകുന്നുണ്ട് നമ്മൾ. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും ക്ലേശങ്ങളും ഒക്കെ തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോൾ കുരിശിനെതിരായി നമ്മൾ മാറിപ്പോകുന്നുണ്ട്. കുരിശിനെതിരായി മാറിപ്പോകുമ്പോഴൊക്കെ പിശാചിന് അനുകൂലമായിട്ടാണ് നമ്മൾ മാറണേ. അപ്പൊ ജീവിത സഹനങ്ങളെ സ്വീകരിക്കാനും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതികൂലതകളിലും ക്രിസ്തുവിനോടൊപ്പം നിൽക്കാനും അവന്റെ വിജയം ജീവിതത്തിൽ ആഘോഷിക്കാനും നമുക്ക് കഴിയണം എന്ന് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ പൈശാചിക തിന്മകൾ ഇല്ലെന്നാണെങ്കിൽ സഭ സിമ്പിൾ എക്സോസിസവും സോളം എക്സോസിസവും സഭയിൽ വെക്കില്ലല്ലോ. പക്ഷെ എക്സോസിസം എന്നത് തന്നെ തെറ്റായിട്ട് ഉപയോഗിക്കുകയും പിശാചിനെ കണ്ടുവെന്നും അവനെ പിടിച്ച് ബക്കറ്റ് ഇട്ടു എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അതിനെതിരെ പറയുന്നത്. പൈശാചിക തിന്മകളെ കുറിച്ച് നമുക്ക് ഈ പറഞ്ഞ സഭാപ്രബോധനങ്ങളോട് കൂടുതലുള്ള മനോഭാവമുള്ളത്. മാർപ്പാപ്പ പറഞ്ഞത് തെറ്റില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, മാർപ്പാപ്പമാർ പറയുന്ന കാര്യമൊക്കെ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് എവിടെന്നെങ്കിലും അടർത്തിയെടുത്തിട്ട് അവർക്കിഷ്ടമുള്ള ഭാഗങ്ങൾ മാത്രം പുസ്തകങ്ങളിൽ എഴുതുകയും പ്രസംഗങ്ങളിൽ പറയുകയും ചെയ്യുന്ന രീതിയുണ്ട്. ഒരു ഭാഗങ്ങൾ എടുക്കും, ദൈവോധനം അങ്ങനെ എടുക്കും. അങ്ങനെ എടുത്ത് ഉപയോഗിക്കുന്ന രീതി ഇപ്പോൾ വ്യാപകമാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചാരം നേടിയപ്പോൾ ഇതിനകത്തൂടെ അവിടത്ത് വിടുന്നൊക്കെ എടുത്തിട്ട് ഒരു സെന്റൻസിലെത്തിട്ട് നിന്നെ ആൾ പറഞ്ഞാണെന്നൊക്കെ പറയും, ബാക്കി പറയില്ല. അപ്പൊ അതുകൊണ്ട് അവ്യക്തത ഉണ്ടാവും. രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു എല്ലാ മതങ്ങളിലും സത്യത്തിന്റെ രശ്മികളുണ്ട്. ഉടനെ അത് മാത്രം എടുത്തിട്ട് മാർപ്പാപ്പ സഭാപ്രബോധനത്തിനെതിരായി പറയുന്നു, യേശു ഏക രക്ഷകൻ എന്നുള്ളതിനെതിരാണെന്ന് പറഞ്ഞങ്ങ് പഠിപ്പിക്കാം. അതിന് താഴെ, ആ വചനത്തിന് താഴെ ഉണ്ടായിരുന്നു യഥാർത്ഥ സത്യം യേശുവാണ്. എല്ലാ മതങ്ങളിലും സത്യത്തിന്റെ രശ്മികളുണ്ട്, സത്യം യേശുവാണ്. അപ്പൊ യേശുവിന്റെ പ്രകാശമാണ് വിവിധ സങ്കല്പങ്ങൾക്കകത്ത് പോലും മനുഷ്യൻ കൊണ്ടു നടക്കുന്നതെന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. ക്രിസ്തു വെളിപ്പെട്ട ദൈവമാണ്, ദേവതാ സങ്കല്പങ്ങളൊക്കെ ഉള്ളതാണ്. ദേവതാ സങ്കല്പങ്ങൾ നിരവധിയായിട്ടുണ്ട് ലോകത്ത്. വിവേകാനന്ദൻ അദ്വൈത ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അനേകം ദേവതാ സങ്കല്പങ്ങൾ നമുക്കുണ്ടല്ലോ. സങ്കല്പങ്ങളാണ്, ഓരോ നന്മകളെ പ്രതിനിധീകരിച്ചും ഓരോ തിന്മകളെ നിഗ്രഹിക്കാൻ വേണ്ടി ഉണ്ടായി എന്ന് പറയുന്നതുമായ സങ്കല്പങ്ങൾ. ആ സങ്കല്പങ്ങൾ അനവധിയായിട്ടുണ്ട്. നമ്മൾ വെളിപ്പെട്ട ഒരാളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബോധ്യമുണ്ടാകണം സത്യമേശുവാണെന്ന്. മറ്റൊരാൾ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുകയും വിശ്വാസധാരയിൽ വേറൊന്നായിരിക്കുകയും ചെയ്യുമ്പോഴും അയാൾ സത്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആ സത്യം ക്രിസ്തുവിൽ നിന്നാണെന്ന ബോധ്യത്തിൽ നിൽക്കണം. അവർക്കത് അറിവില്ലായിരിക്കാം. എല്ലാവരും തെറ്റാണെന്ന് ഞാൻ മാത്രമാണ് ശരി എന്ന് പറയുന്ന ഒരു തരത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അടഞ്ഞ വാതിലായി പോകും. സഭ ഒരു തുറന്ന വാതിലാണ്, എല്ലാവരെയും സ്വീകരിക്കുന്നതാണ്, എല്ലാ വിശ്വാസധാരകളെയും ആചാരങ്ങളെയും ബഹുമാനിക്കുന്നതുമാണ്. മറ്റു മതവിശ്വാസങ്ങളെ ഒന്നും തള്ളിപ്പറയാതെ, അവയൊന്നും ശരിയല്ല എന്ന് തീർത്ത് വിധിക്കാതെ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തെ ആകെ അംഗീകരിക്കുകയും അവരെ ആദരവോടെ കാണുകയും ചെയ്യുന്നതാണ് സഭ. അങ്ങനെ വേണം മനുഷ്യർ, അല്ലെങ്കിൽ നമ്മൾ ഇരുളടഞ്ഞവരായി പോകും. സ്നേഹം നിഷേധിക്കപ്പെട്ടിട്ട് പിന്നെ എന്ത് ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ ലോകത്തോട് പറയുക? അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. അവരുടെ വിശ്വാസത്തെ, അവരുടെ ആചാരങ്ങളെ ഒക്കെ അംഗീകരിക്കാൻ പറ്റണം. നടക്കട്ടെ എന്ന് വിചാരിക്കണം. നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ആചാരത്തെക്കുള്ളുപരിയായി ആത്മനിഷ്ഠമായ ദൈവബോധത്തിനകത്ത് നമുക്ക് വളരാൻ പറ്റണം. ആ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ്. ആ വിശ്വാസം ലോകത്തോട് ജീവിതം കൊണ്ട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയും വേണം. ഇനി വിശുദ്ധാത്മാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. വിശുദ്ധാത്മാക്കൾ അവരുടെ ആത്മകഥയിലും അതേപോലെ തന്നെ അവരുടെ ജീവചരിത്രങ്ങളിലും അവർ എഴുതിയ പുസ്തകങ്ങളിലും ഒക്കെ പലവിധ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ സംസാരിച്ചിട്ടുണ്ട്. അവയെല്ലാം ആധികാരികമായി സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണെന്ന് സഭ പറഞ്ഞിട്ടില്ല. സഭ പറയുന്ന പ്രബോധനങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. എന്ത് കേൾക്കുമ്പോഴും ഏത് കേൾക്കുമ്പോഴും അതെല്ലാം കേൾക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണ്, മോശപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. വിശുദ്ധാത്മാക്കൾ എഴുതിയ കാര്യങ്ങളെയും തള്ളിക്കളയണ്ട. പക്ഷെ വിശുദ്ധാത്മാക്കൾ പറയുന്ന കാര്യമായതുകൊണ്ട് അതാണ് സത്യം എന്നല്ല നമ്മൾ പറയേണ്ടത്. സത്യം യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെ കുറിച്ച് ലോകത്തെ പഠിപ്പിക്കുന്നത് സഭയാണ്. അങ്ങനെ സഭാപ്രബോധനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അങ്ങനെ വരുമ്പോൾ വിശ്വാസത്തിന്റെ അടിസ്ഥാന ബോധ്യങ്ങളിൽ പിഴവില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മൾ ഒരു വിശുദ്ധനെയും വിശുദ്ധയല്ല അനുകരിക്കേണ്ടത്. അനുകരിക്കേണ്ടത് ആരെയാണ്? അനുകരിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. അനുഗമിക്കേണ്ടതും ക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തുവിലേക്കാണ് നമ്മുടെ യാത്ര. വിശുദ്ധാത്മാക്കളൊക്കെ ഓരോ വഴിയിലൂടെ ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്തവരാണ്. നമ്മളും നമുക്ക് നൽകപ്പെട്ട വഴിയിലൂടെ ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്യും.
വഴിയായിട്ടൊരുവനേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ആ വഴിയിലൂടെ യാത്ര ചെയ്യുക. അല്ലാതെ ഏതെങ്കിലും വിശുദ്ധാത്മാവ് പറഞ്ഞു അംഗീകരിക്കാം. പക്ഷെ ആ പറഞ്ഞതാണ് പരമമായ സത്യമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ആ പറഞ്ഞത് അദ്ദേഹത്തിന് ലഭിച്ച വെളിച്ചത്തിൻ്റെ ഒരു അംശമാണ്. യഥാർത്ഥ വെളിച്ചമായ ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിനെ വ്യാഖ്യാനിക്കുന്ന സഭയുണ്ട്. സഭയുടെ പ്രബോധനങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയാണ് എളുപ്പം. ഞാൻ സഭാപ്രബോധനങ്ങൾ പറയുന്നു, മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്കെതിരെ ആക്ഷേപമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കാനും അധികാരമുള്ളത് സഭയ്ക്കാണ്, സഭയുടെ പ്രബോധനാധികാരത്തിനാണ്. ആ പ്രബോധനാധികാരത്തിന് വിധേയപ്പെട്ട് മാത്രമാണ് പറയുന്നത്. അത് ആനുകാലിക സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് പറയാൻ നമുക്ക് കഴിയും. ആനുകാലിക ലോകത്ത് അതെന്താണ് നമ്മോട് പറയുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് വെളിച്ചം കണ്ടെടുക്കാൻ കഴിയും. സഭാപ്രബോധനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് ഓർക്കണം. അതേസമയം തന്നെ വിചാരിക്കേണ്ട കാര്യം, ക്രിസ്തു എന്ന അനന്യമായ വചനത്തെ, ആളത്വമായ വചനത്തെ ജീവിതത്തിനകത്ത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ് പരമപ്രധാനം. പുസ്തകം വായിച്ചും എന്തെങ്കിലും അറിവ് നേടിയും ഉണ്ടാക്കാവുന്നതല്ല വിശ്വാസം. രക്ഷ അനുഭവിക്കാനും ആവശ്യമായിട്ടുള്ളത് ഇത്തരം പഠനങ്ങളല്ല. നമ്മളിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തെറ്റായ പഠനങ്ങൾ വന്ന് കുമിഞ്ഞുകൂടുകയും വിശ്വാസം തന്നെ അവമതിക്കപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ പറയേണ്ടി വരുന്നത്. വാസ്തവത്തിൽ ഒരു ജീവിതമാണ് നമുക്ക് കാഴ്ചവെക്കാനുള്ള ഏറ്റവും വലിയ പ്രഘോഷണം. അതിനപ്പുറമൊന്നുമില്ല. ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചുവെങ്കിലും ക്രിസ്തുവിന്റെ രക്ഷ നാം സ്വന്തമാക്കേണ്ടതില്ലേ? ക്രിസ്തുവിന്റെ രക്ഷ നാം സ്വന്തമാക്കുകയല്ല, ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് നാം എടുത്തു വയ്ക്കപ്പെടുകയാണ്. എഫെസ്യർ 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, അത് ദൈവീകദാനം. ആ ദൈവീകദാനം സ്വീകരിക്കാനുള്ള മനസ്സൊരുക്കുക, ഹൃദയപൂർവ്വം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിയുക, അതാണ് മനം തിരിയുക എന്നത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമുക്ക് യേശുവിനെ സ്വന്തമാക്കാൻ പൗലോസ് പറയുന്നുണ്ടല്ലോ, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, എനിക്ക് തന്നെ അത് കഴിഞ്ഞിട്ടില്ല. മനുഷ്യപ്രയത്നം കൊണ്ട് നേടാവുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമ്മ ആ വഴിയിലേക്ക് തിരിയുന്നു, അവനെ പിന്തുടരാൻ ശ്രമിക്കുന്നു. ഈ ശ്രമത്തിനിടയ്ക്ക് നമുക്ക് ദൈവം ഈ അനുഭവതലം ഉയർത്തിത്തരും. അത് നമ്മുടെ ശ്രമം കൊണ്ടല്ല, ദൈവത്തിന്റെ അനന്ത കാരുണ്യം കൊണ്ടാണ്. ഞാൻ നിങ്ങളോട് ഈ വചനം പറയാൻ യോഗ്യനായ ഒരാളല്ല, പറയേണ്ട ഒരാളല്ല. ക്രിസ്തു ഇല്ല എന്ന് പഠിപ്പിക്കാനും ഇതൊക്കെ കഥയാണെന്ന് പറയാനും നടന്നിരുന്നയാളാണ്. എനിക്കൊരിക്കലും അവകാശപ്പെടാൻ കഴിയില്ല, ഞാൻ പറയുന്നതൊക്കെ എൻ്റെ കഴിവാണെന്ന് പറയാൻ എൻ്റെ കയ്യിലില്ല. എൻ്റെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും അല്ല ഞാൻ സുവിശേഷത്തെ സമീപിച്ചത്. ഞാൻ അവനെ കണ്ടുമുട്ടി അടിയറവ് പറഞ്ഞു, അത്രേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അതാണ്, യേശുവിൽ വിശ്വസിക്കുക. വിശ്വസിക്കുമ്പോൾ കൂട്ടിച്ചേർക്കപ്പെടുന്നവയാണ് എല്ലാ അറിവും. അതുകൊണ്ട് നാം സ്വന്തമാക്കുകയല്ല, നമ്മെ ക്രിസ്തു സ്വന്തമാക്കി എന്ന അറിവിലേക്ക് നാം എത്തിച്ചേരുക. ആ അറിവിൽ എത്തിച്ചേരുമ്പോൾ ആ സ്വന്തമാക്കിയ അനുഭവം നമുക്കുണ്ടാവും. യേശുവിന്റെ രക്ഷ എല്ലാവർക്കുമായി നൽകപ്പെട്ടതില്ല, സമസ്തവും രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ആ രക്ഷ പ്രാപിച്ച കാര്യം ഞാൻ അനുഭവിക്കുന്ന തലത്തിലാണ് വ്യത്യാസം ഉണ്ടാകുന്നത്, രക്ഷയില്ലാണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കത്തോലിക്ക വിശ്വാസത്തിലെത്താത്ത അല്ലെങ്കിൽ ദൈവവിശ്വാസി അല്ലാത്ത ഒരാൾ, ആ വിശ്വാസത്തെക്കുറിച്ച് അറിയാത്ത ഒരാൾ, അയാളുടെ മനസാക്ഷിക്ക് അനുസരിച്ച് വിധിക്കപ്പെടുമെന്ന് സഭ പറയുന്നത് കൊണ്ടാണ്. അയാളുടെ മനസാക്ഷി എത്രത്തോളം ഈ ക്രിസ്തുബോധത്വമായി ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാൻ പറ്റും, സത്യവുമായി ചേർച്ചയുള്ളതാണെന്ന് പരിശോധിക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരിക്കലും നിഷേധിക്കാൻ കഴിയില്ല ആരെ. ലോകത്തുള്ള സകലരും ദൈവമക്കളാണ് എന്ന കാര്യത്തിൽ അണുവിട നമുക്ക് മാറാൻ കഴിയില്ല. എല്ലാവരും ദൈവമക്കളാണ്. ആ ദൈവമക്കളുടെ അനുഭവത്തിലേക്ക് നമുക്ക് എത്രത്തോളം ഉയരാൻ പറ്റും എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. അതങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ദൈവം എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, ഞാൻ ദൈവത്തെ സ്വന്തമാക്കാൻ ഓടുന്നു. സ്വന്തമാക്കാനല്ല, ദൈവം എന്നെ സ്വന്തമാക്കി എന്ന അറിവിൽ ഞാൻ പുരോഗമിക്കുന്നു. അങ്ങനെ അറിവിൽ പുരോഗമിക്കുമ്പോൾ ആ അനുഭവം എനിക്കുണ്ടാവും. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പ്രധാനമായി ഉന്നയിക്കപ്പെട്ടൊരു ചോദ്യം, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമോ എന്നുള്ളതാണ്. ഒരാൾ ചോദിക്കുക, വളരെ സങ്കടത്തോടെ ചോദിക്കാം, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും? എനിക്ക് അങ്ങനെ അനുഭവമേ ഇല്ലല്ലോ എന്ന് പറയാം. ദൈവം ഇടപെടുന്നത് നമുക്ക് മനസ്സിലാകാതെ പോകുന്നേ ഉള്ളൂ. ദൈവം അനുനിമിഷം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നയാളാണ്. പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിൽ ദൈവം ഇടപെടാതിരിക്കില്ല. പ്രാർത്ഥിക്കുമ്പോൾ ഇടപെടൽ അറിയും, പ്രാർത്ഥിക്കാത്തപ്പോൾ ഇടപെടൽ അറിയില്ല. ദൈവം ഇല്ല എന്ന് നാം പറഞ്ഞാൽ ദൈവം ഇല്ലാതാവില്ല എന്ന് മാത്രമല്ല, ദൈവം നമ്മെ കൈവിടുകയുമില്ല. ദൈവം കൂടെ നടക്കും. കാരണം നമ്മുടെ അറിവ് കുറവും പരിമിതിയും പോരായ്മയൊക്കെ ദൈവത്തിന് അറിയാം. ദൈവം നമ്മെ കൈവിടില്ല.
പക്ഷേ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ, ക്രിസ്തുവിനെ അനുഭവിച്ചാൽ, ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ അവൻ നേടിത്തന്ന രക്ഷ നമുക്ക് അനുഭവമാകും. അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാകുമ്പോൾ അവനുള്ള സ്നേഹത്തിൽ ആഴപ്പെടാൻ പറ്റും. അങ്ങനെ ഞാനില്ല, അവൻ മാത്രമേ ഉള്ളൂ എന്ന പരമാർത്ഥത്തിലെത്താൻ പറ്റും. രക്ഷ അനുഭവിക്കാൻ പറ്റും. ഈ ഭൂമി രക്ഷ അനുഭവിക്കാനുള്ള ഇടമായിട്ട് കൂടി കാണണം. സമരഭൂമിയാണ്, സമരം ചെയ്യുന്നു. നമ്മൾ സമരം ചെയ്യുന്നത് നമ്മുടെ ശക്തി കൊണ്ടല്ല, ക്രിസ്തുവാണ് സമരത്തിൽ. നമ്മൾ സാധാരണ മിഖായേൽ മാലാഖയുടെയൊക്കെ രൂപം വെച്ചൊക്കെ പ്രാർത്ഥിക്കും, മിഖായേലിനോട് പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കും. മിഖായേൽ മാലാഖ എൻ്റെ കൂടെ ഉണ്ടെന്ന വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. വളരെ പേർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുമുണ്ട്. എൻ്റെ മുൻപിൽ ഓരോ പ്രഘോഷണത്തിലും ഓരോ ശുശ്രൂഷയിലും എൻ്റെ മുമ്പിൽ നിൽക്കുന്നയാളാണ്. അതൊരു വലിയ ബലമാണ്. ആ ബലം എല്ലാം ക്രിസ്തുവിൽ നിന്നാണ്. മിഖായേൽ മാലാഖ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. മിഖായേൽ നമുക്ക് വേണ്ടി തിന്മയ്ക്കെതിരെ പോരാടുന്നയാളാണ്. കാരണം മിഖായേൽ അങ്ങനെ പോരാടിയ ചരിത്രമുണ്ട്. മിഖായേൽ അങ്ങനെ പോരാടിയാണല്ലോ പിശാചിനെ ആദ്യം തോൽപ്പിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ദാനിയേൽ 10:21 പറയുന്നുണ്ട്, നിനക്ക് അനുകൂലമായി ഇവർക്കെതിരെ പൊരുതാൻ എന്റെ പക്ഷത്തുനിന്ന് വേറെ ആരുമില്ല. അപ്പൊ ദൈവത്തിന്റെ മാലാഖമാർ നമ്മുടെ കൂടെ ഉണ്ടെന്നും മുഖ്യനായ വിശുദ്ധ മിഖായേൽ തിന്മയ്ക്കെതിരായി നിരന്തരമായ പോരാട്ടത്തിൽ നമ്മെ സഹായിക്കുമെന്നും നമ്മൾ കരുതണം. വിശുദ്ധാത്മാക്കളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ രക്ഷ യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തുവാണ് ഈ വിമോചനം സാധ്യമാക്കിയവൻ. അവനാണ് പിശാചിനെ തോൽപ്പിച്ചത് എന്നേക്കുമായി. ആ തോൽവി ജീവിതം കൊണ്ട് ആഘോഷിക്കുന്നവരാണ്. അതുകൊണ്ട് മിഖായേൽ മാലാഖയോട് പ്രാർത്ഥിക്കേണ്ട നമ്മൾ പറയണില്ല. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ബോധ്യം യേശുവിലാണ് രക്ഷ, യേശുവാണ് സാധ്യമാക്കുന്നതെന്ന്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരിടത്തൊരു പള്ളിയിൽ യേശു കുരിശിൽ കിടക്കുന്ന യേശുവിന്റെ ക്രൂശിലെ രൂപം താഴേക്ക് അടർന്നു പോകും. അത് കണ്ടു തന്നൊരു വല്യമ്മ പ്രാർത്ഥിക്കുകയാണ്, അന്തോനിസ് പുണ്യാള കർത്താവിനെ പിടിച്ചോളണേ. കാരണം ഈ അന്തോനിസ് പുണ്യാളൻ പണ്ട് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ ഒരാളെ പിടിച്ച കാര്യം അമ്മയ്ക്കറിയാം. അപ്പൊ അമ്മ നിഷ്കളങ്ക ഭക്തി പ്രാർത്ഥിക്കണം, അന്തോനിസ് പുണ്യാള കർത്താവിനെ പിടിച്ചോളണം. അത്തരത്തിലായി പോകരുത് നമ്മൾ. വിശുദ്ധാത്മാക്കളും മാലാഖമാരും ഒക്കെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവരും തുണ നൽകുന്നവരുമാണ്. അവരെല്ലാവരും വണങ്ങുന്നത് ക്രിസ്തുവിനെയാണ്. അവരെല്ലാവരും നമ്മെ നയിക്കുന്ന ക്രിസ്തുവിലേക്കാണ്. ക്രിസ്തുവിലാണ് രക്ഷ. ആ കാര്യത്തിൽ ഒരു പരിമിതി, ഒരു സംശയവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. മാർപ്പാപ്പ മിഖായേലിന്റെ പ്രാർത്ഥന തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയൊക്കെ ഞാനും ചെല്ലുന്നതാണ്. പ്രാർത്ഥനയ്ക്കൊന്നും ഒരു കുറവില്ല, മോശമില്ല. പക്ഷെ അതൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും മിഖായേൽ മാലാഖയാണ് എന്റെ രക്ഷകൻ എന്ന് കരുതി പോകാനിടയാകരുത്. ക്രിസ്തുവിലേക്കുള്ള സഹായികളും ക്രിസ്തുവിലേക്ക് നമ്മെ ചേർത്ത് നിർത്തുന്നവരും മാത്രമാണ് വിശുദ്ധാത്മാക്കളും മാലാഖമാരും പരിശുദ്ധ അമ്മയും എന്ന ബോധ്യം നമുക്കുണ്ടാകും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറയാണ്, നമുക്കെല്ലാം തരം പരിശുദ്ധമ്മനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. എവിടുന്നോ കേട്ടതാ. ഞാൻ എവിടുന്നാ കേട്ടെ? ആരോ പറഞ്ഞതാ. പരിശുദ്ധമ്മയെ അങ്ങനെ എല്ലാം കൊടുക്കാൻ വേണ്ടി ആരും ഏൽപ്പിച്ചിട്ടില്ല. മറിയത്തോടൊപ്പമാണ് സഭയുടെ പ്രാർത്ഥന. മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുക, മറിയത്തിലൂടെ പ്രാർത്ഥിക്കുക. കാരണം പ്രാർത്ഥനയുടെ ഏറ്റവും നല്ല അടയാളമായിട്ട് പറയുന്ന ഒരാളാണ് മറിയം. ദൈവവാക്കിന് ശ്രമിക്കാനും ദൈവവാക്കിന് വിധേയപ്പെടാനും ജീവിതം അർപ്പിക്കാനും മനസ്സ് കാണിച്ച പരിശുദ്ധ അമ്മയെ പോലെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് ഗാഢമായ അർപ്പണമാണ്. ദൈവത്തിന്റെ പുത്രനെ ഇരുകരങ്ങളിൽ നീട്ടി സ്വീകരിക്കുന്ന സമ്മതമാണ് മറിയം. എനിക്ക് നിങ്ങൾക്കും പരിമിതി ഉണ്ടാകും. ദൈവം കൂടെ ആകാനുള്ള താല്പര്യം പലപ്പോഴും ഇല്ലാണ്ടും പോകാം. ദൈവത്തെ എപ്പോഴും സ്വീകരിക്കുന്ന മനോഭാവമല്ല നമുക്കുള്ളത്. ആ അവബോധത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. പരിശുദ്ധ അമ്മ ആ സമയത്തും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥവും സഹായവും ഉപകാരപ്പെടും. അങ്ങനെ വിശ്വസിക്കാത്തവരൊക്കെ ഉണ്ടാകട്ടോ. ഞാൻ ആരെയും കുറ്റമായിട്ട് പറയണില്ല. അങ്ങനെ വിശ്വസിക്കാത്തവരുണ്ടാകാം. ചില യേശുവിൽ മാത്രമേ വിശ്വസിക്കൂ. നമ്മൾ ആരെയും തർക്കിക്കുകയും കുറ്റപ്പെടുത്തുകയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് ഈ ബോധ്യമുണ്ട്. നമ്മൾ ആ ബോധ്യത്തിലാണ് ജീവിക്കുന്നത്. അത് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ബോധ്യമാണ്. ആ ബോധ്യത്തിൽ ജീവിക്കുന്ന നമുക്ക് അനുഭവമുണ്ട്. അനുഭവമുള്ള നമ്മൾ പറയുന്നു നിങ്ങളുമായി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്രിസ്തുവിലേക്ക് ചേർന്ന് നിൽക്കാൻ വിശുദ്ധരുടെ സഹായം, മധ്യസ്ഥരുടെ സഹായമൊക്കെ ഉണ്ട്. മാലാഖമാരുടെ സംരക്ഷണവും സഹായമുണ്ട്. മാലാഖമാർ ഇനിയും നടന്ന് പിശാചിനെ തോൽപ്പിക്കുമെന്നല്ല അതിനർത്ഥം. പിശാചിനെ തോൽപ്പിച്ച മാലാഖയുടെ സഹായം നമ്മോട് കൂടെയുണ്ട്. അത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കരുത്ത് പോകും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ചോദ്യങ്ങൾ ഇനിയുണ്ട്. ചെറിയ ചെറിയ ചോദ്യങ്ങളും വലിയ ചോദ്യങ്ങളും ഉണ്ട്.
വലിയ ചോദ്യങ്ങളൊക്കെ പരമാവധി എടുത്ത് മാറ്റി വെക്കുകയാണ്, കാരണം അതിനൊക്കെ ഒരു എപ്പിസോഡ് തന്നെയായിട്ട് പറയേണ്ടി വരും. ഏതായാലും ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും നന്ദി. വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുക, സംശയങ്ങൾ ഉന്നയിക്കുക. വിമർശിക്കാൻ തോന്നുന്നവർ വിമർശിക്കട്ടെ. അതിന് ആരും എതിർത്ത് കമന്റ് ചെയ്തൊന്നും ബുദ്ധിമുട്ടേണ്ടതില്ല. ഓരോരുത്തരും അവരുടെ സംസ്കാരവും അവരുടെ ഭാഷയും രീതിയും ഒക്കെ ഉപയോഗിച്ച് പറയും. നമ്മൾ ആരെയും ചെറുതായി കാണണ്ട. എല്ലാവർക്കും ഈ ഭൂമിയിൽ ഇടമുണ്ട്. എല്ലാവർക്കും നമ്മളിലും ഇടമുണ്ടാകണം. അങ്ങനെ ഇടമുണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.